കഴിഞ്ഞ 10 കൊല്ലത്തെ ജീവിതത്തിനിടെ എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങേ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ മാത്രമല്ല അങ്ങേ ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ തോന്നുന്ന ഒരു കാര്യം, ആഹ്ലാദം വരുമ്പോൾ അല്ലെങ്കിൽ സന്തോഷം വരുന്ന കാര്യമുണ്ടാകും ഒരുപാട് അങ്ങ് സന്തോഷിക്കില്ല, അതുപോലെ വിഷമം വരുമ്പോഴും അങ്ങ് ഒരുപാട് വേദനിക്കുന്നതായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ അങ്ങ് അടക്കുന്നു. രണ്ടിലേനുണ്ട്. ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണത്തിൽ അങ്ങ് ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം എന്താ ഇന്ന് ആലോചിക്കുമ്പോൾ? സന്തോഷം തോന്നുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നേരത്തെ ഈ 2016 മുഖ്യമന്ത്രിയായി സെക്രട്ടേറിയറ്റിൽ പോയി ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരങ്ങളിൽ വന്ന് നിവേദനം തരും ആളുകൾ. അതിൽ ധാരാളം നിവേദനം വീട് വേണമെന്നായിരുന്നു. ഒരുപാട് നമ്മുടെ ആ സെക്രട്ടറിയുടെ മുമ്പ് തന്നെ എഴുതി കൊടുക്കുന്നവരുണ്ട്. അത് പിന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും അവർ എഴുതി കൊടുക്കുന്നത്. പക്ഷേ ഒരുപാട് പാവപ്പെട്ടവർ അവർക്ക് കൃത്യമായിട്ട് അത് എഴുതാൻ അറിയില്ല, അതുകൊണ്ട് എഴുതിച്ച് കൊണ്ടുവരുന്നതാണ്. അവരെ ആവശ്യം വീടാണ്. ഇത് ധാരാളം ഇങ്ങനെ വന്നപ്പോൾ അന്ന് എൻ്റെ കൂടെയുള്ള ഒരു പ്രധാനിയായ ഉദ്യോഗസ്ഥനുമായിട്ട് ഞാൻ ചർച്ച ചെയ്തു. ഇതെന്താണ്, ഒരുപാട് ആണല്ലോ ഇങ്ങനെ വരുന്നത്, ഇതെങ്ങനെ നമുക്കൊരു പൊതു പ്രശ്നമല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ആ ആലോചനയിൽ നിന്നാണ് ലൈഫ് എന്ന ആശയം വരുന്നത്. അതായത് ഭവന നിർമ്മാണ പദ്ധതികൾ പലതുണ്ട്, എല്ലാം കൂടി ക്രോഡീകരിച്ച് ഏകീകരിച്ച് ഒരു പദ്ധതി നമുക്ക് നടപ്പാക്കാം. സംസ്ഥാനത്ത് 5 ലക്ഷം വീടുകൾ നിർമ്മിക്കുക, അങ്ങനെയാണ് ആ പദ്ധതിക്ക് ലൈഫ് മിഷൻ. ആ 5 ലക്ഷം ഇപ്പോൾ പൂർത്തിയാക്കി. അല്ലിപ്പോൾ അത് തീർച്ചയായിട്ടും വലിയ നേട്ടം തന്നെയാണ്. ഇനി ഒരു 4 ലക്ഷം ആളുകൾക്ക് വീടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇനിയും വീടില്ലാത്തവരെണ്ണം 5 ലക്ഷം പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു വീട്ടിൽ 4 ആളായാൽ 20 ലക്ഷം ആളായി. ഇനിയും അതിൻ്റെ ഭാഗമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത് പോകണം, അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരെ കണ്ണിലുണ്ടായ ആ സന്തോഷമില്ലേ, അത് വളരെ പ്രത്യേകതയുള്ളതല്ലേ, പാവപ്പെട്ടവരുടെ ആ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ സന്തോഷത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ടത്, ഏറ്റവും മതിമറന്ന് ആഹ്ലാദിക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.